ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി സ്നാക്കാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഉണ്ടാക്കി നമുക്കൊരു 10-15 ദിവസമൊക്കെ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി വേണം. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് റവ ചേർത്ത് കൊടുക്കണം. റവ നമുക്ക് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് 1/3 കപ്പ് റവയാണ് ചേർത്തിരിക്കുന്നത്. 1/2 കപ്പിലും കുറച്ച് കുറവായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഗോതമ്പ് പൊടിയും റവയൊക്കെ ഒരേ കപ്പിൽ തന്നെ നമ്മൾ മെഷർ ചെയ്തെടുക്കുക. വീട്ടിലുള്ള ഏതെങ്കിലും കപ്പ് വെച്ച് നമ്മൾ മെഷർ ചെയ്താലും മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചതച്ച കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് ഇതുപോലെ നമ്മൾ ചതച്ച് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. കുരുമുളക് ഇല്ലെങ്കിൽ നമുക്ക് വറ്റൽമുളക് ചതച്ച് ചേർത്താലും മതി. അല്ലെങ്കിൽ പിന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കാം. അയമോദകം കാണാൻ ഇതുപോലെ ഇരിക്കും, ചെറിയ ജീരകത്തിനെ പോലെ ഇരിക്കും കാണാനായിട്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അയമോദകം ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ ജീരകം 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ നല്ലതുപോലെ ചൂടാക്കി എടുത്തതാണ്, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ എണ്ണ ഇതുപോലെ നമ്മൾ ചൂടാക്കി ചേർക്കുമ്പോൾ നല്ലതുപോലെ ഇത് ക്രിസ്പിയായി കിട്ടും. പിന്നെ അകത്ത് മാവൊക്കെ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ തിളപ്പിച്ച് നമ്മൾ ചേർക്കുന്നത്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. ഈ എണ്ണ നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണാൻ ശരിക്കും നമ്മൾ പുട്ടൊക്കെ കുഴക്കില്ല, ആ ഒരു പരുവത്തിലാണുള്ളത്. നല്ലതുപോലെ എണ്ണ നന്നായിട്ട് എല്ലാ സ്ഥലത്തും പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കരിവേപ്പില വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ടി വരില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുഴച്ചെടുക്കാൻ പറ്റും. ഇത് ഒരുപാട് അങ്ങ് സോഫ്റ്റായിട്ടും കുഴക്കേണ്ട, അതേസമയം ഒരുപാട് കട്ടിയിലും കുഴക്കേണ്ട. ഒരു മീഡിയം ആയിട്ടുള്ള പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം വേണ്ടി വന്നു ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഈ മാവ് ഇപ്പോൾ ഒരുപാട് സോഫ്റ്റും അല്ല, അതേസമയം ഒരുപാട് അങ്ങ് കട്ടിയായിട്ടുമില്ല. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സമയം ഉണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറേശ്ശെ മാവ് എടുക്കാം. ചെറിയ സൈസായിട്ട് നമുക്ക് മാവ് ഇതേപോലെ എടുത്ത് ഉരുട്ടിയെടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്നതിനേക്കാളും വളരെ ചെറുതായിട്ട് വേണം നമ്മൾ മാവ് എടുക്കാനായിട്ട്. ഒരുപാട് വലുപ്പത്തിലാക്കണ്ട. ഇതുപോലെ നമ്മൾ റോൾ ചെയ്തതിന് ശേഷം പതുക്കെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. വിരലൊന്നും ഉപയോഗിക്കാതെ കൈപ്പത്തി വെച്ച് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കട്ടിയിലാക്കേണ്ട, അതേസമയം ഒരുപാട് കനം കുറയ്ക്കാൻ വേണ്ട. ഒരു മീഡിയം ആയിട്ടുള്ള ഒരു പരുവത്തിൽ നമ്മളിത് പരത്തിയെടുത്താൽ മതി. വളരെ കുറച്ച് മാവ് കുറേശ്ശെ എടുത്ത് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചെറിയ അളവിൽ വേണം മാവ് എടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോന്നും റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ, ഇത് ഒരുപാട് കട്ടിയിലൊന്നല്ല നമ്മളിത് ആക്കിയിരിക്കുന്നത്, അതേസമയം ഒരുപാട് കനം കുറച്ചിട്ടുമില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ടും റെഡിയാക്കി എടുക്കാം. കുട്ടികളെ അടുത്ത് കൊടുത്താൽ അവർ പെട്ടെന്ന് തന്നെ ഇതേപോലെ ആക്കി തരും. അപ്പോൾ ഞാനിതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ നമുക്ക് ചൂടാക്കിയെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. എണ്ണ ഒരുപാട് അങ്ങ് ചൂടാവേണ്ട ആവശ്യമില്ല. അതിന് ശേഷം നമുക്ക് തീ വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഓരോന്നും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒട്ടും തന്നെ കൂട്ടി വെക്കരുത്, വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എന്നാലേ ശരിക്കും ഇതിൻ്റെ അകത്തൊക്കെ വെന്ത് വരുള്ളൂ, അതേസമയം നല്ലതുപോലെ ക്രിസ്പിയായി കിട്ടുകയും ചെയ്യും. ഇത് നമ്മൾ ഇട്ടതിന് ശേഷം മുകളിലേക്ക് പൊങ്ങി വരും. ആ ഒരു സമയം വരെ ഇത് മിക്സ് ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ വെച്ചേക്കുക. ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വേണം നമ്മളിത് മുഴുവനായിട്ടും വറുത്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ചേർത്തത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മുകളിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ രണ്ട് സൈഡും നല്ലതുപോലെ ഇത് വെന്ത് വരും. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളർ വരുന്നത് വരെ നമ്മൾ ഇതേപോലെ തന്നെ എണ്ണയിലിട്ട് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഇതിൻ്റെ നിറം മാറും, പക്ഷേ അകത്തൊന്നും വേവാതെ പോലെ ഇരിക്കും. അപ്പോൾ കുറച്ച് കളർ മാറി വന്നിട്ടുണ്ട്, കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ആകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്. ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. പിന്നെ ഈ സ്നാക്കിന് ഒരു എണ്ണയൊന്നും കുടിക്കില്ല. ഞാനിപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്. ഇതിപ്പോൾ പൊട്ടിച്ച് ഞാൻ കാണിച്ചു തരാം. നല്ല ക്രിസ്പിയാണ്, അതേപോലെ ടൈറ്റ് ആയിട്ടാണുള്ളത്. ഇതിൻ്റെ അകത്തൊക്കെ കണ്ടില്ല, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ ആ മാവൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നല്ല ക്രിസ്പിയാണിത്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളല്ലേ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മളിത് വറുക്കുന്ന സമയം മാത്രം കുറച്ച് സമയം പിടിക്കും, അതല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇത് നമുക്കൊരു 10-15 ദിവസമൊക്കെ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്ക് നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തു വിട്ടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.